بسم الله الرحمن الرحيم. وإذا تتلى عليهم آياتنا بينات قال الذين كفروا للذين آمنوا أي الفريقين خير مقاما وأحسن نديا وكم أهلكنا قبلهم من قرن هم أحسن أثاثا ورئيا قل من كان في الضلالة فليمدد له الرحمن مدا حتى إذا رأوا ما يوعدون إما العذاب وإما الساعة فسيعلمون من هو شر مكانا وأضعف جندا ويزيد الله الذين اهتدوا هدى والباقيات الصالحات خير عند ربك ثوابا وخير مردا. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 981 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് മറിയമിലെ 73 മുതൽ 76 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ തുത്ലാ അലൈഹിം ആയാതുനാ ബയ്യിനാതിൻ ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനൂ അയ്യുൽ ഫരീഖൈനി ഖൈറും مقاما وأحسن نديا وكم أهلكنا قبلهم من قرن هم أحسن أثاثا ورئيا قل من كان في الضلالة فليمدد له الرحمن مدا حتى إذا رأوا ما يوعدون إما العذاب وإما الساعة فسيعلمون من هو شر مكانا وأضعف جندا ويزيد الله الذين اهتدوا هدى والباقيات الصالحات خير عند ربك ثوابا وخير مردا. صدق الله العلي العظيم. സൂറത്ത് മറിയമിലെ 73 മുതൽ 76 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തുകളിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, അള്ളാഹുവിന്റെ തെളിമയുള്ള വ്യക്തതയുള്ള ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സത്യനിഷേധികൾ സത്യവിശ്വാസികളോടായിട്ട് ഒരു നിഗളിപ്പോടു കൂടി പറയുന്ന ഒരു കാര്യം പ്രത്യേകം ചൂണ്ടിക്കാണിക്കുകയാണുള്ളത്. വിശ്വാസികളും അവിശ്വാസികളും രണ്ട് മനോഘടനകളിലായിട്ടാണ്, വ്യത്യസ്തങ്ങളായ മനോഘടനകളിലായിട്ടാണ് ഭൂമുഖത്ത് അധിവസിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ തൃപ്തിയും പാരത്രിക ലോക വിജയവുമാണ് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് അവര് നോക്കിക്കാണുന്നു. എന്നാൽ സത്യനിഷേധികളുടെ കാര്യത്തില് അള്ളാഹുവിനെ ഉൾക്കൊള്ളാത്ത, പാരത്രിക ലോകത്തിൽ വിശ്വാസമില്ലാത്ത സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം ജീവിത വിജയം എന്നതുകൊണ്ട് അവർ മനസ്സിലാക്കുന്നത് ഭൗതിക ലോകത്ത് നേടുന്ന നേട്ടങ്ങളാണ്.
ഭൗതിക ലോകത്ത് അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സ്ഥാനമാനങ്ങള്, പദവികള്, സമ്പത്ത്, ഐശ്വര്യം, പ്രത്യക്ഷത്തിലുള്ള ജീവിത വിജയ ലക്ഷണങ്ങളൊക്കെയാണ് അവര് വിജയത്തിന്റെ നിദാനമായി, മാനദണ്ഡമായി കാണുന്നത്. ഇത് അങ്ങനെ സംഭവിക്കുകയുള്ളൂ. കാരണം രണ്ട് വിഭാഗം ആളുകളുടെയും മനോഘടന രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അവര് നിലകൊള്ളുന്ന വിശ്വാസപരമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെയേ അത് സംഭവിക്കുകയുള്ളൂ എന്നതാണ് വസ്തുത. ഈ ഒരു വസ്തുത ബലപ്പെടുത്തുന്ന വിധത്തിലുള്ള ചില ശ്രദ്ധേയമായ കാര്യങ്ങളാണ് അള്ളാഹു ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള 73 മുതൽ 76 വരെയുള്ള ആയത്തുകളിൽ പ്രതിപാദിക്കുന്നത്. വൈദാ തുത്ല അലൈഹിം ആയാത്തുന, നമ്മുടെ ആയാത്തുകൾ പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടാൽ, ഈ ആയാത്തുകള് ആയാത്തുന ബയ്യിനാത്തിൻ, സുവ്യക്തമായ ആയാത്തുകളാണ്, മനുഷ്യനെ ബോധമുള്ളവരാക്കുന്ന, അവന്റെ ചിന്തയെ തട്ടിയുണർത്തുന്ന, യുക്തിബോധത്തിന്റെയും ഭൗതികമായി കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നതിന്റെയും ഒക്കെ അടിസ്ഥാനത്തില് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങളാണ്, ആയാത്തുകളാണ്. അങ്ങനെയുള്ള ആയാത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ, ഇതിവിടെ പറയുമ്പോൾ മുഖ്യമായിട്ടും വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ അവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആയാത്തുകൾ തന്നെയാണ് മുഖ്യ പരിഗണനയിലുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൗത്യം അതാണ്. വിശേഷിച്ച് മക്കയിലെ നുബുവത്തിന്റെ ആദ്യ 5 വർഷം പിന്നിട്ട ആ ഘട്ടത്തിലുള്ള അവസ്ഥയിൽ തുടരെ തുടരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആയാത്തുകൾ ആ സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വൈദാ തുത്ല അലൈഹിം ആയാത്തുന, നമ്മുടെ ആയാത്തുകള് അവരെ ഓതി കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, ആയാത്തുന ബയ്യിനാത്തിൻ, സുവ്യക്തങ്ങളായ അല്ലെങ്കിൽ കൃത്യമായ വെളിപ്പെടുത്തൽ നടത്തുന്ന, കൃത്യമായ ബോധ്യം പകർന്നു തരുന്ന ആയാത്തുകള് അവരെ ഓതി കേൾപ്പിക്കപ്പെടുമ്പോ, ഖാലല്ലദീന കഫറു, സത്യനിഷേധികള് ഇങ്ങനെയാണ് പ്രതികരിക്കുക, ലില്ലദീന ആമനു, ആ ആയാത്തുകളിൽ ഉൾപ്പെടെ വിശ്വാസം കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിലകൊള്ളുന്ന ആളുകളോടായിട്ടാണ് അവര് പറയുക, അയ്യുൽ ഫരീഖൈനി ഖൈറും മഖാമ, ഇതാണ് അവരുടെ ചോദ്യം. നമ്മൾ രണ്ടു കൂട്ടരും രണ്ടു കൊമ്പത്തായിട്ട് നിലകൊള്ളുകയാണല്ലോ. നിങ്ങള് മുഹമ്മദ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയാത്തുകളെ ശരിയായ വിധത്തിൽ വിശ്വസിച്ച് അംഗീകരിച്ചു വരുന്ന ആളുകൾ, ഞങ്ങൾ അതിനെ തള്ളിക്കളയുന്ന, അതിനെ കേവലമായ ചമച്ചുണ്ടാക്കിയ വചനങ്ങൾ എന്നുള്ള നിലക്ക് അതിനെ അംഗീകരിക്കാതെ തള്ളിക്കളയുന്ന ആളുകൾ. ഈ രണ്ട് സംഘങ്ങളിൽ അയ്യുൽ ഫരീഖൈൻ, നമ്മുടെ പക്ഷവും നിങ്ങളുടെ പക്ഷവും, വിശ്വാസികളായ നിങ്ങളും അവിശ്വാസികളായ ഞങ്ങളും, ഈ രണ്ട് ഫിർഖത്തുകളിൽ അല്ലെങ്കിൽ ഈ രണ്ട് ഫരീഖുകളില്, ഈ രണ്ട് സംഘങ്ങളിൽ ഏതാണ് ഖൈറും മഖാമ, ഏതാണ് നല്ല അവസ്ഥയിലുള്ളത്, ആദരണീയമായ അവസ്ഥയിൽ നമ്മൾ ഇരു കക്ഷികളില് ആരാണ് ഉയർന്ന നിലവാരത്തില് അല്ലെങ്കിൽ പദവികളില് സൗഭാഗ്യത്തിന്റെ അവസ്ഥകളിലൊക്കെ ആയിട്ട് നമ്മളുടെ ഈ രണ്ട് സംഘങ്ങളിൽ ആരാണ് ഉള്ളത് എന്നതാണ് അവർ ചോദിക്കുന്ന ചോദ്യം.
നിങ്ങള് സത്യം ഉദ്ഘോഷിക്കുന്നവരായി, സത്യം ജനങ്ങളെ കേൾപ്പിക്കുന്നവരായി, സത്യത്തിന്റെ വാഹകരായിട്ടൊക്കെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ ഇപ്പൊ ആരാ ഇവിടെ വിജയിച്ചു നിൽക്കുന്നത്? ആരാണ് ഉന്നത പദവിയും ഉയർന്ന നിലവാരമുള്ള ജീവിതവും അതുപോലെ അംഗീകാരവും സ്വാധീനവും ഒക്കെ ഉള്ളവരായിട്ട് നമ്മുടെ രണ്ടു കൂട്ടരുടെ കൂട്ടത്തിൽ ആർക്കാണ് മുന്നിട്ട് നിൽക്കാൻ പറ്റുന്നത്? അയ്യുൽ ഫരീഖൈനി ഖൈറുൻ മഖാമ. മഖാം എന്ന് പറഞ്ഞ സ്ഥാനം, പദവി, ഇങ്ങനെയൊക്കെയുള്ള സൂചനകളാണ്. അപ്പോ നമ്മൾ രണ്ടുപേരും വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. നമുക്ക് നമ്മളുടേതായ വ്യത്യസ്തമായ അവകാശവാദങ്ങളും ഉണ്ട്. എന്നാൽ വിജയിച്ചു നിൽക്കുന്നത് ആരാണ് എന്നതാണ് ചോദ്യം. ആരാണ് വലിയ ഉയർന്ന പദവിയും ഉയർന്ന സ്ഥാനവും അംഗീകാരവും ഒക്കെ നേടാൻ സാധിച്ചിട്ടുള്ളത്? അഹ്സനു നദിയ. അതുപോലെ തന്നെ ആളുകള് എണ്ണം കൂടുതലും ഗാംഭീര്യമൊക്കെ പ്രത്യേകം എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള സഭയൊക്കെ ഉള്ളത് ആരുടേതാണ്? ഇതാണ് ചോദ്യം. ആർക്കാണ് ഉയർന്ന പദവിയും അതുപോലെ തന്നെ ഗംഭീരമായ മെച്ചപ്പെട്ട സഭയും ഉള്ളത് എന്നതാണ്. നദീയ എന്നുള്ളതിന് അതിന്റെ മറ്റൊരു രൂപമാണ് നാദി എന്ന് പറയുന്നത്. ക്ലബ്ബ്, സഭ, ഒത്തുചേരൽ കേന്ദ്രം, ഇതൊക്കെയാണ്. അത് ഉദ്ദേശിക്കുന്നത് അവർക്ക് മാനസികമായ പിന്തുണ നൽകിക്കൊണ്ട് അവരുടെ നേട്ടങ്ങൾ ആഘോഷിക്കാനും അവരെ പുകഴ്ത്താനും വാഴ്ത്താനും ഒക്കെയായിട്ട് ധാരാളം ആളുകൾ ഒത്തുകൂടുന്നത് ആരുടെ പക്ഷത്താണ്? ഇപ്പൊ ഇവിടെ ഒരു വഴി വേർപിരിഞ്ഞ അവസ്ഥയിലാണ്. നിങ്ങൾ നിങ്ങളുടെ വഴി അനുസരിച്ച് നീങ്ങുന്നു, ഞങ്ങൾ ഞങ്ങളുടെ വഴി അനുസരിച്ച് നീങ്ങുന്നു. നിങ്ങൾ അവകാശപ്പെടുന്നത് നിങ്ങളാണ് സത്യത്തിന്റെ വാഹകര് എന്നാണ്. എന്നാൽ ഫലത്തില് ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? ഉയർന്ന പദവിയും സ്ഥാനവും അംഗീകാരവും അതുപോലെ വലിയ ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയതിന്റെ ലക്ഷണങ്ങളൊക്കെ ആർക്ക് അനുകൂലമായിട്ടാണുള്ളത്? അതുപോലെ തന്നെ ആരാണ് കൂടുതൽ ജനസമ്മിതി നേടിയ, ജനപിന്തുണയുള്ള വലിയ സഭയും ആളും വാളും ഒക്കെ ആരുടെ കൂടെയാണ് കൂടുതലായിട്ടുള്ളത് എന്നതാണ് അവർ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന്റെ മർമ്മം, നിങ്ങൾ സത്യത്തിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നു, എന്നിട്ടോ പേരും പെരുമയും ആളും വാളും ഒക്കെ ഉള്ളത് ഞങ്ങളുടെ കൂടെ. അപ്പൊ ഈ വക സംഗതികളൊക്കെ നേടാൻ കഴിഞ്ഞ് ഞങ്ങളുടെ അടുക്കല് സത്യമില്ല, ഇതൊന്നും കിട്ടാത്ത ജീവിത കാര്യങ്ങള് പോലും വേണ്ട വിധത്തില് നിവർത്തിക്കാൻ സാധിച്ചിട്ടില്ലാത്ത, അക്കാര്യത്തിലൊക്കെ വലിയ പരാജയം ആണ് എന്ന് തന്നെ പറയാവുന്ന നിങ്ങള് സത്യത്തിന്റെ ആളുകളും ഇതെന്ത് കഥയാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റെ നിദാനം അല്ലെങ്കിൽ ഒരാൾ നിലകൊള്ളുന്നത് സത്യത്തിലാണ് എന്നത് ബോധ്യപ്പെടുത്തി തരുന്നത് അത് എത്രത്തോളം ഭൗതികമായിട്ട് വിജയിച്ചിട്ടുണ്ട് എന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കപ്പെടേണ്ടത് എന്നതാണ് അവരുടെ നിലപാട്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങള് ആളുകൾക്ക് ഉൾക്കാഴ്ച പകരുന്ന, കാര്യങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന, സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന തരത്തിലുള്ളതാണ്. അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുകയും അവരുടെ ചിന്ത സെൻസിറ്റൈസ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ നിഷേധികൾ വിശ്വാസികളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്, എന്നാല് രണ്ടു കൂട്ടരില് ഇവിടെ വിജയം വരിക്കാൻ സാധിച്ചിട്ടുള്ളത്, ഭൗതിക അർത്ഥത്തിൽ തന്നെ വിജയത്തിന്റെ ലക്ഷണങ്ങളൊക്കെ സ്വായത്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് ആർക്കാണ്? ആരാണ് ഉയർന്ന പദവിയിലെത്തിയത്? ആരാണ് നേട്ടങ്ങൾ കൊയ്തത്? ആരാണ് പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ളത്? ആർക്കാണ് പാർലമെന്റിൽ ഭൂരിപക്ഷം ഉള്ളത്? ഈ വിധത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ നിഷേധികൾ സത്യവിശ്വാസികളോടായിട്ട് ചോദിക്കുന്നത്. സത്യവിശ്വാസികൾ കീഴ്പ്പെടുത്തപ്പെട്ടവരും തടവറയിൽ അടയ്ക്കപ്പെട്ടവരും ജീവിത പ്രതിസന്ധികളുടെ വലിയ പരിഹരിക്കപ്പെടാൻ പ്രയാസം തോന്നുന്ന അവസ്ഥകളിൽ പെട്ട്
കഷ്ടപ്പെടുന്നവരും ഒക്കെ ആയിരിക്കും. എന്നാൽ ഭരണം കൈയാളുന്നത്, ആളുകളുടെ പിന്തുണയുള്ളത്, ജനസമ്മിതിയുള്ളത്, ഇതൊക്കെ മറുപക്ഷത്തിനും ആയിരിക്കും. അപ്പോ ഈ നിഷേധികൾ ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിലാണ് സത്യമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഭൗതികാർത്ഥത്തിൽ തന്നെ വിജയിച്ചില്ല? നിങ്ങൾ മുന്നിട്ട് വന്നില്ല? നിങ്ങൾക്ക് പദവിയും സ്ഥാനവും അംഗീകാരവും ഒന്നും ഉള്ള അവസ്ഥ സംജാതമായില്ല. ഇതാണ് അവര് ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ പറയുന്ന വിധത്തില് ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ പിൻബലത്തില് സത്യത്തിന്റെ വാഹകരായിട്ട് നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം, ഈ രണ്ട് സംഘങ്ങളിൽ ആരാണ് സ്ഥാനം, പദവി, അതുപോലെ സ്വാധീനം ഇക്കാര്യത്തിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത്? അതുപോലെ ആളും വാളും ജനപിന്തുണയും ഒക്കെയുള്ള, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള, കൂടെ നിൽക്കാൻ ആളുള്ള വലിയ സഭയും ഭൂരിപക്ഷവും ഒക്കെ ഉള്ളത് ആർക്കാണ്? ഇതാണ് ചോദ്യം. ഈ നാദി എന്ന വാക്ക് പഴയകാലത്ത് അറബികളുടെ സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഒരു സംഗതിയാണ്. അവര് പലപ്പോഴും ഗോത്ര മഹിമയുടെ പേരിലും സംഘബോധത്തിന്റെ പേരിലും ഒക്കെ അങ്ങനെ സംഘടിച്ച് അവരുടെ ഒത്തുചേരൽ കേന്ദ്രങ്ങളില് അതിന്റെ പേരിൽ ഒരുതരം ഔദത്യം കാണിച്ചുകൊണ്ട് മത്സരിക്കുകയും വീമ്പ് പറയുകയൊക്കെ ചെയ്തിരുന്ന ഒരു സംസ്കാരവും രീതിയും ഒക്കെ അവർക്കുണ്ടായിരുന്നു. അത് കുലപരമായിട്ടും ഗോത്രപരമായിട്ടും ഒക്കെ പല അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ടും അവര് ഇക്കാര്യത്തിലൊക്കെ പരസ്പരം മേനി പറയുകയും പരസ്പരം മത്സരിച്ച് വിജയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതി അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ആർക്കാണ് വലിയ പദവിയും സ്വാധീനമൊക്കെ ഉള്ളത്, ആരുടെ കൂടെയാണ് ആളും വാളും ഒക്കെ ഉള്ളത് എന്നതാണ് ചോദ്യം. അപ്പൊ ഇതിനോടുള്ള മറുപടിയായിട്ട് അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയാണ് തുടർന്നുള്ള ആയത്തില്. വകം മഹ്ലക്കിന ഖബ്ലഹു മിൻ ഖർനി. കൂട്ടരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്ന ഒരു മുഖവുര ഉള്ള പോലെയാണ് ഈ വാക്കുകൾ. വകം മഹ്ലക്കിന, നാം എത്ര നശിപ്പിച്ചിട്ടുണ്ട്, ഖബ്ലഹും, ഇവർക്ക് മുമ്പ് എത്രയെത്ര സമൂഹങ്ങളെ, മിൻ ഖർനിൻ, എത്രയെത്ര തലമുറകളെ, പിന്നിട്ട കാലങ്ങളിൽ എത്രയെത്ര സമൂഹങ്ങളെയും തലമുറകളെയും നാം നശിപ്പിച്ചിട്ടുണ്ട്. ഹും അഹ്സനു അസാസൻ വരിഇയ, ഇവരെക്കാളുമൊക്കെ സാധന സാമഗ്രികൾ ആർജിക്കാൻ കഴിഞ്ഞവരും ഇവരെക്കാളൊക്കെ ഉയർന്ന പ്രകടനപരമായിട്ട് ഇവരെക്കാളൊക്കെ പ്രതാപവും അതുപോലെ തന്നെ നേട്ടവും കാണിക്കാൻ കഴിഞ്ഞിരുന്നവരുമായ എത്രയെത്ര തലമുറകളെയാണ് നാം ഇവർക്ക് മുമ്പ് നശിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. തീർച്ചയായിട്ടും സത്യനിഷേധികൾ ഇപ്പൊ കാണിക്കുന്ന നിഗളിപ്പിന് ആധാരമായി ചില അടയാളങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ചില ഭൗതിക മേഖലകളിൽ വിജയിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്, അധികാരം പിടിച്ചടക്കാൻ പറ്റിയിട്ടുണ്ട്, അതുപോലെ സ്വാധീനം നേടിയിട്ടുണ്ട്, ആൾബലമുണ്ട്, ജനപിന്തുണയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് വിജയത്തിന്റെ മാനദണ്ഡമെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ഇവരെക്കാളും ശക്തിയും പ്രതാപവും ആൾബലവും ഒക്കെ ഉണ്ടായിരുന്ന ഒരുപാട് തലമുറകൾ മുമ്പുണ്ടായിരുന്നു. ഇവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെ അങ്ങനെ കരുത്തും ശക്തിയും സ്വാധീനവും പ്രതാപവും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നാം നശിപ്പിച്ചിട്ടുണ്ട്. അതവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ അവരെ തേടി വന്നപ്പോ അതിനെ തടുത്തു നിർത്താൻ അവർക്ക് അതുകൊണ്ടൊന്നും സാധിച്ചിട്ടില്ല. അത് വിജയത്തിന്റെ ഒരു അടയാളപ്പെടുത്തലായിട്ട് മാറിയിട്ടുമില്ല. അപ്പൊ അള്ളാഹുവിന്റെ ചോദ്യം ഇതാണ്, വകം അഹ്ലക്കിന ഖബ്ലഹും, എത്രയെത്ര മിൻ ഖർനിൻ, എത്രയെത്ര തലമുറകളെ, എത്രയെത്ര സമൂഹങ്ങളെ നാം കടപുഴക്കി എറിഞ്ഞിട്ടുണ്ട്, നാം നശിപ്പിച്ചിട്ടുണ്ട് ഇവർക്ക് മുമ്പ്. അവർ ഏതവസ്ഥയിലായിരുന്നു? ഹും അഹ്സനു അസാസൻ,
അസാസ് എന്ന് പറഞ്ഞാല് ഭൗതികമായ ആവശ്യമായ സാധന സാമഗ്രികളാണ്. എന്തെല്ലാം സംഗതികളൊക്കെ കൈവശപ്പെടുത്തിയിരുന്ന ആളുകളാണ് അവര്. എന്തെല്ലാം ഉപകരണങ്ങള്, എന്തെല്ലാം ജീവിത ആവശ്യത്തിനുള്ള സാമഗ്രികള്, വിഭവങ്ങള്, എന്തെല്ലാം സംഗതികള് സ്വന്തമാക്കിയിരുന്ന കൂട്ടരാണ് അവര്. അതുപോലെ വലിയ അവർക്ക് കാണിക്കാൻ പ്രതാപം വിളിച്ചോതുന്ന അവരുടെ ഔന്നത്യവും മഹിമയും ഒക്കെ പ്രത്യക്ഷത്തിൽ തന്നെ പ്രകടമാക്കുന്ന വിധത്തിലുള്ള എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് അവരുടെ കോട്ടകൊത്തളങ്ങളും കൊട്ടാരങ്ങളും സൈന്യവും അതുപോലെയുള്ള സങ്കേതങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ ഗർവും ഗാംഭീര്യവും ഒക്കെ വിളിച്ചോതുന്ന എന്തെല്ലാം അവർക്കുണ്ടായിരുന്നു. അങ്ങനെയുള്ള എത്ര തലമുറകളെ നാം കടപുഴക്കി എറിഞ്ഞിട്ടുണ്ട്, നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ പരാമർശിക്കപ്പെട്ട വലിയ സ്ഥാനമുള്ളവരും വലിയ സഭകളിലൊക്കെ വലിയ ജനപിന്തുണയുള്ളവരും ഒക്കെ ആയി ഇവര് നിഗളിക്കുകയാണ്. എന്നാൽ ഇവരെക്കാളൊക്കെ ഭൗതികാർത്ഥത്തിലുള്ള സകല സാധന സാമഗ്രികളും കൈവശപ്പെടുത്തിയിരുന്നവരും അതേപോലെ തന്നെ പ്രകടിപ്പിക്കാൻ വലിയ പ്രതാപവും പദവിയും ഔന്നത്യവും ഒക്കെ എടുത്തു കാണിക്കാനുള്ള പലതും ഉണ്ടായിരുന്നവരും. അതാണ് റിയ എന്ന് പറഞ്ഞാൽ. ഇതിന്നാണ് റിയാ ഒക്കെ വരുന്നത്. ആളുകളെ കാണിക്കാനുള്ള പ്രകടനപരതയൊക്കെ സൂചിപ്പിക്കുന്ന വാക്ക് ഇതാണ്. ആളുകളെ മുന്നില് നാലാളെ കൊണ്ട് കാണിച്ച അഭിപ്രായം പറയിക്കാൻ മാത്രമുള്ള പല അടയാളപ്പെടുത്തലുകളും അവരുടെ പ്രതാപം വിളിച്ചോതുന്നതായിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്നു. സാധന സാമഗ്രികൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള എത്ര തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെ നശിപ്പിച്ചപ്പോ, അവരെ കടപുഴക്കി എറിഞ്ഞപ്പോ ഇതൊന്നും അവരുടെ സഹായത്തിന് എത്തുകയുണ്ടായിട്ടില്ല. ഖുൽ, എന്നിട്ട് അവരോടൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പറയുകയാണ്. മൻ കാന ഫിൽ വലാലത്തി മൻ കാന ഫിൽ വലാലത്തി ഫൽയംദുദ് ലഹുർ റഹ്മാനു മദ്ദ. അവരോട് പറയാൻ വേണ്ടി, അവരെ അറിയിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ആവശ്യപ്പെടാൻ. പ്രവാചകരെ അവരോട് പറയുക, മൻ കാന ഫിൽ വലാല, ആരെങ്കിലും ദുഷിച്ച വഴിയിലാണെങ്കിൽ, പിഴച്ച മാർഗത്തിലാണെങ്കിൽ, ഫൽയംദുദ് ലഹുർ റഹ്മാനു മദ്ദ, കാരുണ്യവാനായ റബ്ബ് അവർക്ക് അങ്ങനെ അവസരം നീട്ടിയിട്ട് കൊടുക്കും. അവർക്ക് ആ പ്രതാപവും ഐശ്വര്യവും ഒക്കെ അവസാനിക്കാതെ ആസ്വദിക്കാൻ കഴിയും എന്ന് പോലും തോന്നിപ്പോകുന്ന വിധത്തില് അവർക്ക് അള്ളാഹു അവരുടെ സുഭിക്ഷതയും ഐശ്വര്യവും ഒക്കെയുള്ള അവസ്ഥയിൽ അവരെ അങ്ങനെ നീട്ടിയിട്ട് കൊടുക്കും. അവര് വലാലത്തിലാണ്, വാലിമുകളാണ്, ധിക്കാരികളാണ് എന്നൊക്കെ പരിഗണിച്ചുകൊണ്ട് അവരുടെ പേരിൽ ഉടനെ അള്ളാഹു നടപടിയെടുക്കുകയല്ല ചെയ്യുന്നത്. വലാലത്തില് ആണ്ടുപോയ ആളുകൾക്ക് അവരിൽ എന്തെങ്കിലും ഒരു തിരിച്ചറിവോ ആലോചനയോ ഉള്ളവര് ഉണ്ടെങ്കിൽ അവർക്കൊരു പുനർവിചിന്തനത്തിന് അവസരം കൊടുക്കുന്ന വിധത്തില് അവരുടെ കാലം നീട്ടിക്കൊടുക്കുന്നു. ഇനി അതല്ലെങ്കിൽ അവരുടെ ധിക്കാരത്തിലും നിഷേധത്തിലും വലാലത്തിലുമായിട്ട് തുടരാൻ തന്നെയാണ് അവരുടെ താല്പര്യമെങ്കിൽ അങ്ങനെ അതുവഴി അവർ അള്ളാഹുവിന്റെ ക്രോധത്തിനും അള്ളാഹുവിന്റെ കോപത്തിനും ഒക്കെ പാത്രമാകാൻ കാരണമാകുന്ന വിധത്തില് ആ അവസ്ഥയിൽ ധിക്കാരത്തിൽ കഴിയാൻ അവർക്ക് അവസരം അള്ളാഹു നീട്ടിക്കൊടുക്കുന്നു എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അപ്പൊ ഇപ്പോ ഒരു 5 വർഷം പിന്നിട്ടു, ഇനിയും ഒരു 5 വർഷം അവര് പൂർത്തിയാക്കുന്നു, മൂന്നാമതൊരിക്കൽ കൂടി 5 വർഷം കൂടി അവർക്ക് ലഭിക്കുന്നു എന്ന് വരുമ്പോ ഭരണം കൈയാളുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നുകയാണ്, ഞങ്ങളുടെ നേട്ടം കൊണ്ട്, ഞങ്ങളുടെ നന്മ കൊണ്ട്, ഞങ്ങളുടെ എടുത്തു പറയാവുന്ന മികവിന്റെ കാരണത്താലാണ് ഞങ്ങൾക്ക് ഈ അവസരം നീണ്ടുപോകുന്നത്, നീട്ടിക്കിട്ടുന്നത് എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ വലാലത്തിന്റെ വഴി സ്വമേധയാ തെരഞ്ഞെടുത്തിട്ടുള്ള ആളുകളുടെ കാര്യത്തില് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് അവരെ ഉടനെ അങ്ങ് അവരുടെ എല്ലാ സൗകര്യങ്ങളും ഇല്ലാതാക്കി കളയുക, അള്ളാഹുവിന്റെ ശത്രുക്കളാണ് അവര് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ നശിപ്പിച്ചു കളയുക. ഇങ്ങനെയൊന്നുമല്ല. അള്ളാഹു അവർക്ക് അവസരം നീട്ടിയിട്ട് കൊടുക്കുന്നു. മൻ കാന ഫിൽ വലാല,
വലാലത്തിലായ ആളുകൾ ഫൽയംദുദ് ലഹു റഹ്മാനു മദ്ദ, അവർക്ക് കാരുണ്യവാനായ റബ്ബ്, ഇവിടെയും അർ റഹ്മാൻ എന്ന വാക്ക് അള്ളാഹു എന്നതിനുള്ള പര്യായമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരുണ്യവാനായ റബ്ബ് അവർക്ക് നീട്ടിക്കൊടുക്കുന്നു മദ്ദ, അവർക്കുള്ള ടെനിയർ, അവർക്ക് ആയി നിശ്ചയിച്ചിരുന്ന സമയ ദൈർഘ്യം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു അള്ളാഹു. അവരുടെ ലലാലത്തിലും ധിക്കാരത്തിലും കൂടുതൽ വിഹരിക്കാൻ, അല്ലെങ്കിൽ കണ്ണ് തുറന്ന് സത്യം തിരിച്ചറിഞ്ഞ് സത്യമാർഗത്തിലേക്ക് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ രണ്ടിനും അവസരമുണ്ട്. അങ്ങനെ അവസാനം അത് എത്തിച്ചേരുന്നത് ഈ ഒരു അവസ്ഥയിലാണ്. അവരോട് ഏതൊരു കാര്യമാണോ താക്കീതായിട്ട് അവരെ അറിയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്, ആ സംഗതി അവരുടെ കൺമുന്നിൽ അവർക്ക് കാണാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ മാർഗഭ്രംശത്തിലും ധിക്കാരത്തിലും പിഴച്ച വഴിയിലുമൊക്കെ ആയിട്ട് അവര് നിലകൊള്ളുമ്പോ അവർക്ക് അള്ളാഹു അവധി നീട്ടിക്കൊടുക്കുമ്പോ അതിന്റെ ഒടുക്കം നേരത്തെ നൽകപ്പെട്ടിരുന്ന ഒരു താക്കീതുണ്ട്. അള്ളാഹു അവരെ പിടികൂടുമെന്നും അവർക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നൊക്കെയുള്ള താക്കീത്. ആ നേരത്തെ നൽകപ്പെട്ടിരുന്ന ആ താക്കീത് അത് അവർ കൺമുന്നിൽ കാണാൻ അവസരമാവുകയാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് നൽകപ്പെട്ട ദീർഘമായ ഒരു കാലം ഉണ്ടായിട്ട് പോലും അത് അവര് പ്രയോജനപ്പെടുത്തുന്നില്ല. അവരുടെ അവസരം അവസാനിക്കുവോളം നീണ്ടുപോയി. അങ്ങനെ അവർ കൺമുന്നില് ദൈവിക ശിക്ഷ കാണുന്ന ഒരു സന്ദർഭം വരെ എത്തുകയാണ്. അവര് കാണുവോളം മാ യുവദൂന, അവർക്ക് താക്കീതായി നൽകപ്പെട്ടിട്ടുണ്ടായിരുന്ന, മുന്നറിയിപ്പായിട്ട് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏതൊരു കാര്യമാണോ അത് അവരുടെ കൺമുന്നിൽ കാണുവോളം അവര് ആ ധിക്കാരത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇമ്മൽ ആദാബ് ഇമ്മസാഴത്ത, ആ താക്കീത് നൽകപ്പെട്ട സംഗതി ഒന്നുകിൽ ഈ ഐഹിക ലോകത്ത് തന്നെ അവര് നേരിടാനിരിക്കുന്ന ദൈവിക ശിക്ഷയാകാം, അതല്ലെങ്കിൽ അന്ത്യസമയത്തിന്റെ ആ സന്ദർഭമാകാം. അന്ത്യനാള് വന്നണയുന്ന ആ നിമിഷം അതാകാം അവര് കൺമുന്നിൽ കാണുന്നത്. അതല്ലെങ്കിൽ ഇവരെ അള്ളാഹു ശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന ആ ശിക്ഷ കടന്നു വരിക എന്നുള്ളതാവാം. എന്താണോ താക്കീത് നൽകപ്പെട്ടിട്ടുള്ളത് അതില് ഒന്നുകിൽ ഈ ഭൗതിക ലോകത്ത് തന്നെ ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന കാര്യം, അതല്ലെങ്കിൽ അന്ത്യസമയം എന്ന ഏറ്റവും ഭയപ്പെടുത്തുന്ന, വെപ്രാളപ്പെടുത്തുന്ന അനുഭവം അവർക്ക് ഉണ്ടാവുക എന്നത്. രണ്ടിലൊന്ന്, അല്ലെങ്കിൽ ഏതായാലും അത് കൺമുന്നിൽ കാണുവോളം അവര് ഈ ധിക്കാരത്തിൽ തുടരുന്നു. എന്നാൽ അത് കൺമുന്നിൽ കാണുമ്പോ ഫസയഅലമൂന, അവര് മനസ്സിലാക്കും, അറിയും, മൻ ഹുവ ശർറും മകാനൻ, ഏറ്റവും മോശം അവസ്ഥയിൽ യഥാർത്ഥത്തിൽ ആരായിരുന്നു എന്നത് അവർക്ക് മനസ്സിലാവും. അൽറാഫു ജുന്ദ, ഏറ്റവും ദുർബലമായ സേന ആരോടൊപ്പമാണ് ഉണ്ടായിരുന്നത് എന്നതും അവർക്ക് മനസ്സിലാവും. ഇപ്പോ അവരുടെ നിഗളിപ്പിന്റെ സമയത്ത് അവരോടൊപ്പം വലിയ സഭയുണ്ട്, ആളുണ്ട്, സൈന്യമുണ്ട്, വലിയ സംഘമുണ്ട് എന്നൊക്കെയുള്ള നിഗളിപ്പാണ് അവർ കാണിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നത്, ആരാണിപ്പോ ഉയർന്ന പദവി നേടാൻ കഴിഞ്ഞവര്? ആർക്കാണ് ഭൗതികമായിട്ട് മുന്നേറാൻ കഴിഞ്ഞത്? ഇവിടുത്തെ വ്യവസായ സാമ്രാജ്യങ്ങളും വലിയ വലിയ വരുമാന മാർഗങ്ങളായിക്കൊണ്ടുള്ള സംരംഭങ്ങളൊക്കെ ആരുടെ നിയന്ത്രണത്തിലാണ് എന്നൊക്കെയായിരുന്നു അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവർക്ക് നൽകപ്പെട്ട താക്കീതിന്റെ ആ കാര്യം അതൊന്നുകിലും ഭൗതിക ലോകത്ത് തന്നെയുള്ള അവരെ തേടിയെത്തുന്ന ശിക്ഷയാകാം, അതല്ലെങ്കിൽ അന്ത്യസമയമാകാം. രണ്ടിലൊന്ന് അവർക്ക് കൺമുന്നിൽ കാണാൻ അവസരം ഉണ്ടായിക്കഴിയുമ്പോ ആ നിമിഷം അവർക്ക് ബോധ്യപ്പെടും. ഫസയഅലമൂൻ, ആ നിമിഷം അവര് മനസ്സിലാക്കും. മൻ ഹുവ ശർറും മക്കാന, ഏറ്റവും മോശമായ അവസ്ഥയിൽ ആരാണ് യഥാർത്ഥത്തിലുള്ളത് എന്ന കാര്യം. ഏറ്റവും ശോചനീയമായ, ഏറ്റവും പരിതാപകരമായ അവസ്ഥ ആരുടേതാണ് എന്നത്
ആ ഘട്ടത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അലുഅഫു ജുന്ദ, കൂടെ നിൽക്കാൻ ഏറ്റവും ദുർബലമായ ഒരു സൈന്യം മാത്രം ഉള്ളത്, ഒന്നിനും കഴിയാത്ത കുറെ ദുർബലർ മാത്രം കൂടെയുള്ളത് ആരുടെ കാര്യത്തിലാണ് എന്നും അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഇന്നിപ്പോ അവർക്ക് പ്രകടനത്തിന് ആളുണ്ട്, റോഡ് ഷോക്കൊക്കെ കൂടെ നിൽക്കാൻ ആളുകളുണ്ട്, ലക്ഷങ്ങൾ ഇങ്ങനെ പുറകില് ആനയിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനൊക്കെ ആയിട്ടായിരിക്കും അവരെ ഇവിടെ ലോകം കാണുന്നുണ്ടാവുക. വലിയ പ്രതാപം, അധികാരം, ശക്തി, കരുത്ത്, ആൾബലം ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു നിമിഷം അവരെ തേടിയെത്താനുണ്ട്. അതൊന്നുകിൽ ശിക്ഷയുടെ സമയമാകാം, അതല്ലെങ്കിൽ അന്ത്യനാളിന്റെ ആഗമനമാവാം. രണ്ടായാലും ആ ഘട്ടത്തിൽ തീർച്ചയായിട്ടും അവര് തിരിച്ചറിവുള്ളവരാകും. ആരാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലുള്ളത്, ആരുടെ കൂടെയാണ് ഏറ്റവും ദുർബലമായ സംഘം അല്ലെങ്കിൽ സൈന്യം ഉള്ളത് എന്ന കാര്യം അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോ അവര് ചില തെറ്റായ ധാരണകളിലാണുള്ളത്, ചില ഫോൾസ് നോഷൻസിലാണ് അവരുള്ളത്. വിജയത്തെക്കുറിച്ചുള്ള ചില തെറ്റായ അബദ്ധ ധാരണകൾ വെച്ചുകൊണ്ടാണ് അവർ വിലയിരുത്തുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്നാൽ സന്മാർഗം ഉൾക്കൊണ്ട ആളുകളുടെ കാര്യത്തില് അള്ളാഹു അവർക്ക് വേണ്ട മാർഗദർശനം നിരന്തരം വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അവർക്ക് ദൈവിക മാർഗദർശനം ആവശ്യമായ ഓരോ ഘട്ടത്തിലും അള്ളാഹു അത് നൽകിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ കാലിടറി പോവാനിടയുള്ള സന്ദർഭങ്ങള്, വഴി പിഴച്ചു പോകാൻ സാധ്യതയുള്ള നിമിഷങ്ങള്, ജീവിതത്തിൽ പിശാച് റഞ്ചിക്കൊണ്ടുപോകാൻ അവസരങ്ങൾ ഉണ്ടായി വരുമ്പോ ഒക്കെ തന്നെ അവർക്ക് മാർഗദർശനത്തിന്റെ ഒരു കാവലുണ്ടാകും. ഇത് ആരുടെ കാര്യത്തിലാണ്? സ്വമേധയാ ഹിദായത്ത് പുൽകിയ ആളുകളുടെ കാര്യത്തിൽ. യസീദുല്ലാഹു, അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. അല്ലദീന ഇഹ്തദൗ, ഹിദായത്തിന്റെ മാർഗം പുൽകിയ ആളുകൾക്ക്. ഹുദ, അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് അവർക്ക് ഏറ്റവും ആവശ്യമായ ആ മാർഗദർശനമാണ്. അവരെ കൈപിടിച്ച് സത്യമാർഗത്തിലേക്ക്, ഹഖിന്റെ മാർഗത്തിലേക്ക് നയിക്കലാണ്. എന്ന് പറഞ്ഞാൽ ദൈവിക നടപടി, ദൈവികമായ ഇടപെടൽ അവരുടെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും അവർക്കായിട്ട് തേടിയെത്തും എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ ഒരു സംരക്ഷണത്തിന്റെ കവചം സന്മാർഗം സ്വീകരിച്ച ആളുകൾക്കായിട്ടുണ്ടാകും. അവരെവിടെയൊക്കെ പതറിപ്പോകുന്നോ, എവിടെയൊക്കെ കാലിടറുന്നോ, എവിടെയൊക്കെ വീണു പോകുന്നോ അവിടെയൊക്കെ അവരെ കൈപിടിച്ചുയർത്താനും ശരിയായ ദിശയിലേക്ക് അവരെ തിരിച്ചു നിർത്താനും അള്ളാഹു ഒരു നടപടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. വൽ ബഖിയാത്തു സ്വാലിഹാത്തു, മാത്രവുമല്ല അവശേഷിക്കുന്ന നന്മകളുണ്ട്, അതാണ് ഖൈറ്. ഇപ്പോ ഉയർത്തി കാണിക്കുന്ന ജനങ്ങളെ കണ്ണു മഞ്ഞളിപ്പിക്കുന്ന വിധത്തില് എടുത്തു കാണിക്കുന്ന പ്രതാപവും ഐശ്വര്യവും ഭൗതിക നേട്ടങ്ങളും ഒന്നുമല്ല ഖൈറ്. ഖൈറായത് എന്താണ്? അൽ ബഖിയാത്തു സ്വാലിഹാത്ത്, നിത്യമായിട്ട് അവശേഷിക്കാൻ പോകുന്ന സ്വാലിഹാത്തുകളാണ്, അവശേഷിക്കുന്ന നന്മകളാണ്, മാഞ്ഞു പോകുന്ന തീർന്നു പോകുന്ന സംഗതികളല്ല. അള്ളാഹുവിന്റെ കണക്കില് അവശേഷിക്കുന്ന, പ്രാധാന്യപൂർവം അള്ളാഹു മൂല്യവത്തായിട്ട് കാണുന്ന സ്വാലിഹായ കർമ്മങ്ങളാണ് ഖൈറായിട്ടുണ്ടാവുക. എന്താ റബ്ബിക്ക, അള്ളാഹുവിന്റെ അടുക്കല്, അള്ളാഹുവിന്റെ വിലയിരുത്തലിൽ ഏറ്റവും പ്രതിഫലദായകമായിട്ട് ഉത്തമമായി നിലകൊള്ളുക ആ ബഖിയാത്തു സ്വാലിഹാത്ത് ആയിരിക്കും. ഖൈറും മറദ്ദ, പ്രതീക്ഷയോടുകൂടി മടങ്ങി ചെല്ലാൻ യോഗ്യമായത്, യോജിച്ചത് അതായിരിക്കും. നമ്മളിപ്പോ ബാങ്ക് ബാലൻസ്, വലിയ ജനപിന്തുണ, വലിയ സ്ഥാനം, പദവി, നമുക്ക് വലിയ ബാലൻസ് ഷീറ്റാണ് കയ്യിലുള്ളത്. ജീവിത നേട്ടങ്ങൾ എന്തൊക്കെയാണ്! ഓരോരുത്തരും സ്വാധീനവും സാമർഥ്യവും ഒക്കെ ഉപയോഗിച്ച് അനർഹമായിട്ട് പോലും കുതികാൽ വെട്ടിപ്പ് നടത്തിയിട്ട് പോലും നേടിയ പലതും ഉണ്ട്. അതൊക്കെ ആവശ്യമുണ്ടാകുമ്പോൾ ഉപകരിക്കും എന്നാണ് അവർ കരുതുന്നത്. എന്നാൽ ആവശ്യമുണ്ടാവുന്ന ഒരു ഘട്ടം വരുമ്പോ
അവർക്കതൊന്നും ഉപകരിക്കൂല എന്ന് മാത്രമല്ല ഒരു സഹായിയും അവർക്ക് ഉണ്ടാവില്ല. എന്നാൽ ഹിദായത്ത് സ്വീകരിച്ചുകൊണ്ട് ആ മാർഗത്തില് ത്യാഗത്തിന് സന്നദ്ധരായ ആളുകളുടെ കാര്യത്തില് അവരെ സംബന്ധിച്ചിടത്തോളം അവശേഷിക്കുന്ന നന്മ, അവര് ബാക്കിയാക്കിയിട്ടുള്ള നന്മയുണ്ടാവും. അതാണ് ഏറ്റവും ഉത്തമമായ ഒരു സംഗതിയായിട്ട് നിലകൊള്ളുക. അള്ളാഹുവിന്റെ അടുക്കല് പ്രതിഫലദായകമായ സവാബ് ഉണ്ടാകുന്ന കാര്യം അതാണ്. അതുപോലെ പ്രതീക്ഷയോടുകൂടി മടങ്ങിയെത്താൻ സാധിക്കുന്ന സംഗതിയും അതാണ്. നേരത്തെ ഞാൻ ആ പദവിയിൽ ഉണ്ടായിരുന്ന ആളാണ്, ഈ പദവി അലങ്കരിക്കാൻ പറ്റിയിരുന്ന ആളാണ്, അല്ലെങ്കിൽ അത്ര സ്റ്റാറിന്റെ ഷർട്ടിൽ ഉണ്ടായിരുന്നു, യൂണിഫോമിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ സ്വയം വീമ്പിളക്കാൻ പലരും കണ്ടെത്തിയിരുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ അള്ളാഹുവിന്റെ ഈ നിമിഷം ആഗതമാകുമ്പോ പ്രതീക്ഷയോടുകൂടി പാഞ്ഞു ചെല്ലാൻ തനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കി തരും എന്ന നിലക്ക് ഓടിച്ചെല്ലാൻ പറ്റിയതായിരിക്കുകയില്ല. മറിച്ച് ബാഖിയാത്തു സ്വാലിഹാത്താണ്, അൽ ബാഖിയാത്തു സ്വാലിഹാത്താണ് ഉത്തമമായിട്ടുണ്ടാവുക, പ്രതിഫലദായകമായിട്ടുണ്ടാവുക, പ്രതീക്ഷയോടുകൂടി ഓടിച്ചെല്ലാൻ അവശേഷിക്കുന്നതായിട്ടുണ്ടാവുക. നമുക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പാഞ്ഞു ചെല്ലാൻ പറ്റിയ ഒരു സംഗതിയായിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവല് ഈ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് എന്ന് പറയുന്ന അവശേഷിക്കുന്ന നന്മകളാണ്. ഈ ഭൗതികന്മാരായ സത്യനിഷേധികൾ വാരിക്കൂട്ടിയിട്ടുള്ള നേട്ടങ്ങളൊന്നും തന്നെ അന്ന് അവർക്ക് ഉപകരിക്കുന്നതാവുകയില്ല. അതൊന്നും ചിത്രത്തിൽ ഉണ്ടാവില്ല. അവര് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ അവർക്ക് കഴിയുകയും ഇല്ല. എന്നാൽ ഹിദായത്തിന്റെ മാർഗം സ്വീകരിച്ച ആളുകളെ കാര്യത്തിൽ അവർക്ക് അവശേഷിക്കുന്ന ഉത്തമമായ നന്മകള് അവർക്ക് പ്രതീക്ഷ നൽകുന്നതായിട്ടുണ്ടാകും. പ്രതിഫലദായകമായിട്ടും നിലകൊള്ളുന്ന കാര്യങ്ങൾ അത് തന്നെ ആയിരിക്കും. അതുപോലെ മടങ്ങിച്ചെല്ലാൻ, പ്രത്യാശയോടുകൂടി മടങ്ങിച്ചെല്ലാൻ ഉപകരിക്കുന്ന ഒരു സംഗതിയായിട്ടും അവശേഷിക്കുന്നത് അതായിരിക്കും. അത് അവർക്ക് എപ്പോ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന, പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്ന സംഗതികളായിട്ട് നിലകൊള്ളുന്നുണ്ടാവും. ഇതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നിന്നുകൊണ്ട് സത്യമാർഗത്തിൽ നിലകൊണ്ട ആളുകൾ ദുർബലരായിരിക്കാം, കൂടെ നിൽക്കാൻ ആളില്ലാത്തവരാകാം, പേരോ പ്രസിദ്ധിയോ പദവിയോ അംഗീകാരമോ നേടാൻ കഴിഞ്ഞവരായിക്കൊള്ളണം എന്നില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ഉത്തമമായ സംഗതിയായിട്ട് അവശേഷിക്കുന്നുണ്ട്. അവർക്ക് അത് അള്ളാഹുവിന്റെ അടുക്കല് സവാബ് ഉറപ്പുവരുത്തുന്ന, പ്രതിഫലം ഉറപ്പുവരുത്തുന്ന സംഗതിയായിട്ട് നിലകൊള്ളുന്നുണ്ട്. പ്രതീക്ഷയ്ക്ക് വകയുള്ള വിധത്തില് മടങ്ങിച്ചെല്ലാൻ പറ്റുന്നതായിട്ടും അത് നിലകൊള്ളുന്നുണ്ട് എന്നാണ് അള്ളാഹുവിടെ എടുത്തു പറയുന്നത്. എന്നാൽ ഈ നിഷേധികൾ ഇപ്പോ അവരുടെ ഭൗതികമായ ആ നിറപ്പകിട്ടും ആ ഗരിമയും ഒക്കെ തന്നെ വലിയ സംഭവമാണ് എന്ന് അവർ കരുതുന്നുണ്ടാവും. പക്ഷെ അതൊന്നും തന്നെ അവർക്ക് നൽകപ്പെട്ട വാഗ്ദാനം പുലരുന്ന നാളിൽ അവർക്ക് പ്രയോജനം ചെയ്യുന്ന സംഗതികളാവുകയില്ല. അതൊക്കെ പൊള്ളയായ കുമിളകളായിരുന്നു എന്നത് അവർ ആ ഘട്ടത്തിൽ തിരിച്ചറിയും. അവർക്ക് ആശ്രയിക്കാവുന്നതായിട്ട് യാതൊന്നുമില്ല എന്നൊരു കാര്യവും അവര് ആ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ ഇടയാണ്. ഇതാണ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് വായിച്ച ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ചില ചോദ്യങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ നമ്മളുടെ ഗ്രൂപ്പിൽ ഇന്നലെ വന്നിരുന്നു. അപ്പൊ പൊതുവായി അതേക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സംഗതി, അവിടെ നമ്മളെ ചാറ്റ് ബോക്സിൽ ചോദ്യങ്ങള് താല്പര്യമുള്ളവര് എഴുതി വിട്ടോളൂ, അതിനുള്ള പ്രതികരണം ഞാൻ തരാം. അവിടെ അതിനുള്ള മറുപടി കൊടുക്കുന്ന ഒരു പ്രവണത കാഴ്ചവെച്ചാല് മറുപടി നൽകാൻ കഴിയുന്ന ധാരാളം ആളുകൾ നമ്മളുടെ ഗ്രൂപ്പിലുണ്ട്. ഇല്ലാത്തത് കൊണ്ടല്ല, നല്ല മറുപടിയും ഒക്കെയാണ് പലതും. പക്ഷെ അതിലുള്ളൊരു പ്രശ്നം, ഈ നമ്മളുടെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഡിസ്ട്രാക്റ്റഡ് ആകും. ക്ലാസ് ശ്രദ്ധിക്കുന്നതിന് പകരം അതിലൊക്കെ ശ്രദ്ധ അവരുടേത് പോയി പോകും.
അതുകൊണ്ട് കഴിയുന്നതും ചോദ്യങ്ങൾക്ക് പ്രതികരണം അവിടെ നടത്താതിരിക്കുക. അത് നമുക്ക് പൊതുവായിട്ട് ഈ ക്ലാസ്സിന് ശേഷം നടത്താവുന്നതാണ്. ഞാൻ പ്രതികരണം നൽകാം. ഇനി ആർക്കെങ്കിലും അഡീഷണൽ ആയിട്ട് പ്രതികരണം നൽകണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. അവർക്കും അവസരം നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോ അവിടെ ചോദ്യോത്തരങ്ങളായിട്ടുള്ള ഒരു രീതി സ്വീകരിക്കുന്നതിന് പകരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ അവിടെ ചോദ്യങ്ങൾ ഉന്നയിക്കട്ടെ. പ്രസക്തമായതോ പ്രസക്തമല്ലാത്തതോ ആയ ഒരുവിധം എല്ലാ ചോദ്യങ്ങളും നമ്മൾ പരിഗണിക്കുകയും അതിനോടുള്ള പ്രതികരണം ഇവിടെ നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്ന വിധത്തില് ഒരു ചർച്ച ഡെവലപ്പ് ചെയ്യരുത് ചാറ്റ് ബോക്സിൽ എന്ന് സൂചിപ്പിക്കുകയാണ്. അങ്ങനെയാണ് ശരിയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മറിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ അതും പങ്കുവെക്കാവുന്നതാണ്. എന്റെ ഒരു ബാഹ്യമായ നിരീക്ഷണത്തിൽ അനുഭവപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു എന്നേ ഉള്ളൂ. ചില ചോദ്യങ്ങള് നിരീക്ഷണങ്ങളൊക്കെ വന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ ഭയപ്പെടുത്തി മനുഷ്യ മനസ്സുകളെ ചൊൽപ്പടിക്ക് കൊണ്ടുവരിക എന്ന തന്ത്രമാണ് ഈ നരക ജീവിതത്തെ കുറിച്ചുള്ള വിവരണത്തിന്റെ ഒക്കെ പിന്നില് എന്ന് ആരോപണമുണ്ട് എന്നാണ്. പീസ് പ്രൊഫൈലിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ഇദ്ദേഹം തന്നെ ഇതേ വിഷയം പലതവണ ഇവിടെ നിരീക്ഷിച്ചിട്ടുള്ളതാണ്, ഉന്നയിച്ചിട്ടുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇദ്ദേഹം തന്നെ പലപ്പോഴായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ഖുർആന്റെ മാത്രം ഒരു പ്രത്യേകത അല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് മനുഷ്യരുടെ ജനങ്ങളെ നിയന്ത്രിക്കുന്ന ഏത് സംവിധാനം എടുത്തു നോക്കും, അവിടെ ഭയപ്പെടുത്തലും അതുപോലെ തന്നെ സമ്മാനങ്ങൾ നൽകും എന്ന വിധത്തിലുള്ള പ്രോത്സാഹനവും എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പോ ഇന്നലെ മറ്റൊക്കെ ആയിട്ട് പത്രങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സൗദി അറേബ്യയില് ഈ വാഹനങ്ങളുടെ ട്രാഫിക് റൂൾസ് വയലേഷൻ കാരണമായിട്ടുള്ള ഫൈനുകൾ അടക്കുന്നതിന് ഒരു പ്രത്യേക സമയം അനുവദിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ അടക്കുകയാണെങ്കിൽ പകുതി അടച്ചാൽ മതി, ബാക്കിയുള്ളത് അവർ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുമെന്ന ഒരു പ്രഖ്യാപനം. അത് ആളുകൾക്കുള്ള ഒരു വലിയൊരു പ്രേരണയാണ്. അതൊരു വലിയ സമ്മാനമോ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയോ ഇളവോ അനുവദിക്കലാണല്ലോ. ആളുകൾക്ക് പെട്ടെന്ന് ഈ ഖറാമ ഒക്കെ അടച്ച് പ്രശ്നം തീർക്കാൻ അവസരം അല്ലെങ്കിൽ ഒരു പ്രേരണയാകുന്ന വിധത്തിലാണത്. അതൊരു സമ്മാനമാണ്. ഇപ്പൊ ജസാ നൽകുന്നു പറഞ്ഞാൽ ആളുകൾ വേഗം രംഗത്ത് വരും, ഒരു ആക്ഷനിലേക്ക് വരും. അതേപോലെ തന്നെയാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ പിഴ ഇരട്ടി കൊടുക്കേണ്ടി വരും എന്നൊരു തീരുമാനം ഗവൺമെന്റ് എടുത്താലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോഴും ഉണ്ടാവും ആ മാറ്റം. ഇതേപോലെ തന്നെ ഇപ്പോൾ ട്രാഫിക് റൂൾസ് വയലേറ്റ് ചെയ്തുകൊണ്ട് അശ്രദ്ധമായി വണ്ടി ഓടിച്ച് ആരെങ്കിലുമൊക്കെ നമ്മളുടെ ഡ്രൈവിങ്ങിന്റെ കാരണത്താൽ മരണപ്പെട്ടു പോവുകയൊക്കെ ആണെങ്കിൽ കൊലപാതകം നടത്തിയ ആളുടേത് പോലെയുള്ള സകല ദുരന്തങ്ങളും അയാളെ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് അത്തരം ശിക്ഷ നടപ്പിലാക്കപ്പെടുന്ന നാടുകളിൽ എന്തോരം കുറവാണ് റോഡ് ആക്സിഡന്റ്സിന്. നമ്മുടെ നാട്ടില് അതൊരു ആളെ കൊല്ലാനുള്ള ഒരു എളുപ്പവഴിയായിട്ട് പോലും പ്രാക്ടീസ് ചെയ്യപ്പെടുകയാണ്. അപ്പോ ഈ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതും അതുപോലെ പ്രതിഫലം സമ്മാനം ഒക്കെ നൽകപ്പെടും എന്നുള്ളതും ഒക്കെ മനുഷ്യ മനസ്സിന്റെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഡിസ്പൊസിഷനാണ്. അത് അള്ളാഹു മനുഷ്യന്റെ മനസ്സിനെ ഏറ്റവും നന്നായി അറിയുന്നവൻ എന്നുള്ള നിലക്ക് തന്നെ വെച്ചിട്ടുള്ള സംവിധാനങ്ങളാണ് ഈ രക്ഷാ ശിക്ഷകളൊക്കെ തന്നെ. അതിൽ യാതൊരു അസ്വാഭാവികതയും എനിക്ക് കാണാൻ പറ്റുന്നില്ല. മനുഷ്യനെ ഏറ്റവും നന്നായി അറിയുന്നത് മനുഷ്യന്റെ റബ്ബാണല്ലോ. അതുകൊണ്ട് തന്നെ സ്വീകരിച്ചിട്ടുള്ള നടപടിയാണ്. അതില് എന്താണ് കുഴപ്പം അങ്ങനെ ആവണേല്? നമ്മള് ഇപ്പൊ പരീക്ഷ എഴുതുന്നവർക്ക് നമ്മള് നല്ല പെർഫോമൻസിന് സമ്മാനം വെക്കുന്നുണ്ട്, കൂടുതൽ ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്, അവർക്ക് അതുകൊണ്ടുള്ള പല നേട്ടങ്ങളെ കുറിച്ചുള്ള പ്രോമിസസ് നൽകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പരീക്ഷ തോറ്റു പോണവർക്കോ പലതും നിഷേധിക്കപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഭീഷണിയും നമ്മൾ ഇറക്കുന്നുണ്ട്. ഇത് എല്ലാ മേഖലയിലും നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അള്ളാഹു ചെയ്യുന്നു എന്നത് എങ്ങനെ ഒരു തെറ്റായി മാറുന്നത്? അത് സ്വാഭാവികമായ ഒരു സംഗതിയാണ്. മനുഷ്യ മനസ്സിനെ ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹു ആയതുകൊണ്ട് അള്ളാഹു ഏറ്റവും
ഫലപ്രദമായ രീതിയിൽ അത് പ്രയോജനപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. അതും മനുഷ്യന്റെ ഗുണത്തിനു വേണ്ടിയാണ്. തെറ്റായ ഒരു സംഗതി ബോധ്യപ്പെടുത്താനോ ഇല്ലാത്തൊരു സംഗതി സ്ഥാപിക്കാനോ വേണ്ടിയല്ല. മറ്റൊരു ചോദ്യം, അനുസരണക്കേട് ഉണ്ടാക്കുന്നതും അള്ളാഹു തന്നെ എന്ന് അള്ളാഹു സ്വയം പറയുന്നു. എന്നിട്ട് അനുസരണക്കേട് കാണിക്കാൻ വിധിക്കപ്പെട്ടവരെ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തുക, ഇതിൽ വിരോധാഭാസം ഇല്ലേ എന്നാണ്. ഒരാൾക്ക് അള്ളാഹുവിനെ അനുസരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ മശീഅത്ത് ആവശ്യമാണ്. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം എന്ന് തോന്നുന്നു. അള്ളാന്റെ ഉദ്ദേശമില്ലാതെ, അള്ളാന്റെ മശീഅത്തില്ലാതെ ഒരാൾക്ക് അള്ളാഹിനെ ധിക്കരിക്കാൻ കഴിയില്ല. ധിക്കരിക്കാനും കഴിയില്ല, അനുസരിക്കാനും കഴിയില്ല. ഏതൊരാൾക്കും എന്ത് ചെയ്യണമെങ്കിലും അത് അള്ളാഹുവിന്റെ മശീഅത്ത്, അള്ളാഹു ഉദ്ദേശിക്കുക എന്നൊരു സംഗതി ഉണ്ടാവണം, എങ്കിലേ അത് സംഭവിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോ അത് അങ്ങനെയാണ് എന്നത് അള്ളാഹുവാണ് എന്നതുകൊണ്ടാണ്. അള്ളാഹു ഞാനാണ്, നിങ്ങളാണ് എങ്കിൽ അതൊരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. അള്ളാഹു ആണ് എന്നതുകൊണ്ട് തന്നെ എല്ലാറ്റിന്റെ മേലും അവന് നിയന്ത്രണം ഉണ്ടാവണം. അവന്റെ മശീഅത്തിൽ പെടാത്ത ഒന്നും ആർക്കും ചെയ്യാൻ സാധിക്കാൻ പാടില്ല. എന്നാൽ ഈ തെറ്റ് ചെയ്യുന്ന ആളുകള് അതിന്റെ പേരിൽ പീനലൈസ് ചെയ്യപ്പെടേണ്ടതുണ്ടോ? അതിന് അവരോട് തന്നെയാണ് ചോദിക്കേണ്ടത്. തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് കുറ്റബോധം തോന്നുന്നുണ്ടോ? അവരതില് പല നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. റിഗ്രറ്റ് ചെയ്യുകയും തൗബ ചെയ്യുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. ചിലർ കൂടുതൽ കുറ്റവാസന പ്രകടിപ്പിച്ച് ധിക്കാരം കാണിക്കാറുണ്ട്. പക്ഷെ എന്ത് നിലപാടെടുക്കുമ്പോഴും അതില് തനിക്കൊരു പങ്കുണ്ട് എന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെയില്ലാത്ത ഒരു കുറ്റവാളി ഉണ്ടാവില്ല. കുറ്റബോധം അല്ലെങ്കിൽ താനാണ് ആ കുറ്റം ചെയ്തത് എന്നതിനെ കുറിച്ച് ബോധമില്ലാത്ത ഒരാളും ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരില്ല. ഉദാഹരണത്തിന്, പ്രായപൂർത്തി എത്താത്ത കുട്ടികളുടെ കൈകളാൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയാൽ അത് ശിക്ഷ അർഹിക്കുന്ന ഒരു തെറ്റല്ല. അതുപോലെ ഭ്രാന്തിന്റെ അവസ്ഥയിലുള്ള ഒരാള്, മുതിർന്ന ഒരാള്, അയാൾക്ക് അയാൾ എന്താ ചെയ്യുന്നത് എന്നുള്ള ബോധമില്ല. അങ്ങനെ അവസ്ഥയിൽ ഒരാള് വല്ലതും ചെയ്തു പോയാൽ അതിന്റെ പേരിലും അയാള് ശിക്ഷ അർഹിക്കുന്നില്ല. ഇവിടെയില്ല, ആഖിറത്തിലും ഇല്ല. എന്നാൽ ബോധപൂർവം തെറ്റ് ചെയ്യുകയും ആ തെറ്റില് തനിക്ക് പങ്കുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുകയും ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലാണ് അള്ളാഹു ശിക്ഷ നടപ്പിലാക്കുന്നത്. അത് അയാള് തന്നെ അയാളെ വിമർശിക്കുന്ന കാര്യമാണ്. അയാളുടെ ശരീരാവയവങ്ങള് അയാളെ തന്നെയാണ് കുറ്റപ്പെടുത്തുക. അയാളുടെ മനസ്സാക്ഷി അയാളെ തന്നെയാണ് കുറ്റപ്പെടുത്തുക. അങ്ങനെയുള്ള കാര്യത്തില് അയാള് ശിക്ഷ അർഹിക്കുന്നു എന്നതില് അള്ളാഹു ഇളവ് ചെയ്തു കൊടുക്കാം, അത് വേറൊരു വിഷയം. പക്ഷെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനോ ഇളവിനോ ഒന്നും അർഹതയില്ലാത്ത ആളുകളെ അള്ളാഹു ശിക്ഷിക്കുന്നു എന്നതില് അയാൾക്ക് അയാളെ തന്നെ കുറ്റപ്പെടുത്താൻ പോലും സാധിക്കുകയില്ല എന്നതാണ് വസ്തുത. ഇതാണ് വസ്തുതയെങ്കിൽ ഈ ചോദ്യം ഉന്നയിച്ച ആള് അത്തരം കുറ്റവാളികൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ പോണത് എന്തിനാണ് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം. മറ്റൊന്ന്, ഇതിൽ വിരോധാഭാസം ഇല്ലേ എന്ന് ചോദിക്കുന്നതിൽ വിരോധാഭാസം എന്റെ ഈ പ്രതികരണത്തോടു കൂടി ഇല്ലാണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്, ബെറ്റർമെന്റ് ഓഫ് ദ സൊസൈറ്റി, അതിലാണ് കുടിക്കൊള്ളുന്നത് എന്നൊരു പ്രതികരണം മുസ്തഫ എന്നുള്ള പ്രൊഫൈലിന് വന്നിട്ടുണ്ട്. അത് ഒരു മറുപടിയാണ്. മറ്റൊന്ന് ട്രൂത്ത് എന്നുള്ള പ്രൊഫൈലിന് വന്നതാണ്. അള്ളാഹും മുഹമ്മദും ഒന്നാണെന്ന് പറയപ്പെടുന്നു, അതിൽ എന്താണുള്ളത് എന്നതാണ്. മുഹമ്മദിന്റെ ജീവിതം നമുക്ക് അനുകരണീയമാണോ എന്നതാണ് ഇയാൾ ഉന്നയിക്കുന്ന വേറെ ചോദ്യം. അള്ളാഹുവും മുഹമ്മദും ഒന്നല്ല. മുഹമ്മദ് ഒരു മനുഷ്യനാണ്, ജനങ്ങൾക്കിടയിൽ ജീവിച്ച ആളാണ്, ചരിത്ര പുരുഷനാണ്, മനുഷ്യന്റെ സകലവിധ പരിമിതികളും ഉണ്ടായിരുന്ന എന്നാൽ ദൈവിക വെളിപ്പാട് ലഭിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അള്ളാഹു എന്ന് പറയുന്നത് മുഹമ്മദ് മാത്രമല്ല, ഈ സകല സംഗതികളും പ്രപഞ്ചം ഒന്നാകെയും സൃഷ്ടിച്ചിട്ടുള്ള
സൃഷ്ടാവായ ദൈവമാണ് അള്ളാഹു. ഇത് രണ്ടും ഒന്നാണ് എന്ന് സങ്കല്പിക്കുന്നത് തന്നെ മഹാ അബദ്ധമാണ് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. മുഹമ്മദിന്റെ ജീവിതം നമുക്ക് അനുകരണീയമാണോ എന്നതാണ് മറ്റൊരു ചോദ്യം. അല്ല എന്നാണ് അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തെളിയിക്കുന്നത്. മുഹമ്മദ് പെണ്ണ് കെട്ടി ഭോഗിച്ചു, പെൺകുഞ്ഞുങ്ങളെ ഭോഗിക്കുന്ന കാര്യത്തിലേക്ക് പോയി, ഗോത്രങ്ങളെ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ഇതിലൊക്കെ എന്താണ് മുഹമ്മദിന്റെ കാര്യത്തില് അനുകരണീയമായിട്ടുള്ളത് എന്നതാണ്. ഇദ്ദേഹം ഏത് സ്രോതസ് വെച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പഠിക്കുന്നത് എന്നതാണ് ഞാൻ ചോദിക്കാൻ ഉന്നയിക്കുന്ന ഒരു കാര്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോടിക്കണക്കിന് മനുഷ്യര് ഗുരുവായിട്ട് അംഗീകരിച്ച് അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത്. ഇന്ത്യയിൽ മാത്രം തന്നെ 10-30 കോടി ആളുകൾ ചുരുങ്ങിയത് അദ്ദേഹത്തെ നായകനായിട്ട്, ഗുരുവായിട്ട്, അള്ളാഹുവിന്റെ ദൂതനായിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നു. ചരിത്രത്തിലേറെ വിവാദങ്ങൾക്ക് വിധേയമായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ കുറിച്ച് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മിസ്റെപ്രസെന്റ് ചെയ്യുന്ന വിധത്തിൽ ധാരാളം എഴുത്തുകള്, പുസ്തകങ്ങള്, വെബ്സൈറ്റുകള് ഒക്കെ കാണാൻ സാധിക്കും. ഇത് സത്യാന്വേഷിയായ ഒരു വ്യക്തിയാണ് ഈ ചോദ്യം ഉന്നയിച്ചതെങ്കിൽ നിങ്ങൾ സ്വമേധയാ ഒരു ശ്രമം നടത്തുക. എന്തായിരുന്നു മുഹമ്മദ് എന്ന വ്യക്തിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, എന്ത് തരത്തിലുള്ള ഒരാളായിരുന്നു അദ്ദേഹം എന്നത് യഥാർത്ഥ സ്രോതസ്സുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടൊന്ന് പഠിച്ചു നോക്കുക. ഇദ്ദേഹം കരുതുന്ന പോലെ അങ്ങേയറ്റത്തെ നികൃഷ്ടതയുള്ള ഒരു മനുഷ്യനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിൽ കോടിക്കണക്കിന് മനുഷ്യര്, അതും നേരെ എതിർ ദിശകളിൽ സഞ്ചരിച്ചിരുന്ന ആളുകൾ ആ മാർഗവും ഉപേക്ഷിച്ചുകൊണ്ട് ഇന്നും നിരന്തരം അനുദിനം അദ്ദേഹത്തിന്റെ അനുയായികളാവാൻ ആവേശം കാണിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു ദുർനടപ്പുകാരന് അയാള് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന കാലത്ത് അനുയായികളൊക്കെ ഉണ്ടാവും. ഗുണ്ടകൾക്ക് നേതാവാകാനൊക്കെ പറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ടല്ലോ. ഏത് സാമൂഹ്യദ്രോഹിയുടെയും കൂടെ നിൽക്കാൻ കുറെ ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ചരിത്രത്തിൽ ഏതോ ഒരു ഘട്ടത്തില് ജീവിച്ചു മരിച്ചുപോയ ഒരു ദുർനടപ്പുകാരനോ സാമൂഹ്യദ്രോഹിയോ അക്രമിയോ ആയ ഒരാളുടെ കൂടെ ഇന്ന് ആര് കൂടെ നിൽക്കുന്നു എന്നതാണ് ഒരു ചോദ്യം. അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു പക്ഷെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഈ ഒരു പേര് മാത്രമായിരിക്കും. ചരിത്രത്തിൽ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും വിധത്തിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്രൈംസിന്റെ പേരിൽ അറിയപ്പെടുന്ന ആർക്കെങ്കിലും ഇങ്ങനെ അവരെ പിന്തുണച്ചുകൊണ്ട് നിലകൊള്ളുന്ന, അവരെ അനുധാവനം ചെയ്യുന്ന അനുയായികൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വസ്തുതാപരമായിട്ട് കാര്യങ്ങളെ അന്വേഷിച്ച് പഠിക്കൂ, സത്യസന്ധതയോടുകൂടി വിഷയത്തെ സമീപിക്കൂ. എന്നിട്ട് ബോധ്യപ്പെടുമെങ്കിൽ അത് ഹക്കാണെന്ന് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിശ്വസിച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോ നിങ്ങളിവിടെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളൊക്കെയും തന്നെ അസൂയാലുക്കളുടെയും നിരന്തരം ശത്രുത കാണിക്കുന്നതിൽ ഇൻവോൾവ് ആയ ആളുകളുടെയും ഒക്കെ പ്രതികരണം മാത്രമാണ്. ആളുകൾക്ക് പല വിധത്തിലാണ് അസൂയ. അതിന് കുശുമ്പും അസൂയയും ഒക്കെ അവരുടെ സ്വഭാവം തന്നെയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ഇവർക്കൊക്കെ പകയും അസൂയയും ഒക്കെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല 100% മോണിറ്റർ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ. അദ്ദേഹത്തിന്റെ വിവാഹവും കുടുംബജീവിതവും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു എന്നതാണ് വസ്തുത. സൂക്ഷ്മമായിട്ട് നിങ്ങൾ പഠിച്ചു നോക്കൂ. നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മായുള്ള വിവാഹം അത് ചെറിയ പ്രായത്തിലാണ് എന്നത്, നിങ്ങൾ പറയുന്ന പോലെ 6 വയസ്സിലൊന്നുമല്ല. ആയിഷ റളിയല്ലാഹു അൻഹയെ കൺഫേംഡ് ആയിട്ടുള്ള ഒരു ചരിത്ര വസ്തുത, ആയിഷ റളിയല്ലാഹു അൻഹ മുതിർന്ന ഒരു സ്ത്രീ ആയതിനു ശേഷം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇണയായിട്ട് കൂടെ ജീവിക്കുന്നത് തുടങ്ങുന്നത്.
വയസ്സിന്റെ നിക്കാഹ് ചെയ്ത സമയത്തെ വയസ്സിന്റെ കാര്യത്തില് അഭിപ്രായ വ്യത്യാസവും വ്യത്യസ്ത വീക്ഷണങ്ങളും ഒക്കെ കാണും. ഒരു കാര്യം ഉറപ്പാണ്, ആയിഷ റളിയല്ലാഹു അൻഹയെ പത്നിയായിട്ട് കൂടെ ജീവിക്കാൻ തുടങ്ങുന്നത് അവര് മുതിർന്ന ഒരു സ്ത്രീ ആയതിന് ശേഷം മാത്രമാണ് എന്നത് ചരിത്രത്തില് സ്ഥാപിതമായ ഒരു സത്യമാണ്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല, നിങ്ങൾ പഠിച്ചു നോക്കൂ. ആളുകൾക്ക് അസൂയയാണ്, പകയാണ്, കണ്ടുടായികയാണ്, ഇങ്ങനെ പലതും ഉണ്ടാവും. അത് വെച്ചിട്ട് നിങ്ങൾ ജീവിതം നശിപ്പിക്കേണ്ടതുണ്ടോ എന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. മറ്റൊന്ന്, സത്യത്തിൽ ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ ഇൻഷാ അള്ളാ നാളെ അത് വിശദീകരിക്കാനുള്ള സമയം കണ്ടെത്താൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ മതം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.